അതെ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയോട് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് നല്ലൊരു ഹോം ടൂറായിട്ടാണ് ഞാൻ എത്തിയിരിക്കണത്. എൻ്റെ വീടല്ല കേട്ടോ, എൻ്റെ അനിയത്തിയുടെ വീടാണ് തൃശ്ശൂർ. അപ്പോൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോണേക്കാൾ മുന്നേ ഈ ഹോം ടൂറാണ് ഞാൻ എടുത്തത്. ഇവളുടെ വീടിൻ്റെ പേര് മന്ന എന്നാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വീട്. അത് നല്ല രസത്തിൽ അവർ പണിതിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ വാഴ പോലത്തെ ഇതിന് എന്ത് വലിയ പേരൊക്കെ ഉണ്ട്, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നല്ല ഇങ്ങനെ ഒരു ചെടികളും ഒക്കെ വെച്ച്, ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കേട്ടോ അടിയിലൊക്കെ വിരിച്ചിരിക്കുന്നത്. അങ്ങനെ സ്റ്റോണിൽ അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വിരിച്ച് നല്ല രസത്തിലാക്കിയിട്ട് അതിൽ കിണറാണ് ഈ കാണണേ. കിണർ ഒരു പകുതിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ കാറ് കയറ്റിയിട്ട് സ്ഥലത്തിന് വേണ്ടിയിട്ട് അവർ അങ്ങനെയൊക്കെ പിന്നെ ചെയ്തതാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം 2-3 കാറുകൾക്ക് ഇടാനായിട്ടുള്ള സൗകര്യം തന്നെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ കാറൊക്കെ ഇവിടെ തന്നെ കയറ്റിയിടാറ്. അതേ, നമ്മൾ ഈ കാണുന്നത് സിറ്റ് ഔട്ടാണ് കേട്ടോ. സിറ്റ് ഔട്ട് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടൊന്നും ഒരു പണിതിട്ടില്ല. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ സിറ്റ് ഔട്ടാണ്. പക്ഷെ എന്നാലും എല്ലാ സൗകര്യങ്ങളും ഈ സിറ്റ് ഔട്ടിലുണ്ട്. ഷൂ വയ്ക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടൊന്ന് കണ്ടിട്ട് വന്നാലോ. പുതിയ വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. ഈ കാണുന്നതാണ് അവരുടെ മെയിൻ ഡോറ്. ഈ ഡോറ് മാത്രമാണ് അവർ തേക്കിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ബാക്കിയൊക്കെ അവർ സ്റ്റീലിൻ്റെ കട്ട്ലിയും സ്റ്റീലിൻ്റെ ജനലുകൾ, അതേമാതിരി മറ്റുള്ള റൂമിൻ്റെ വാതിലൊക്കെ UPVCയുടെ ഡോർസൊക്കെയാണ്. നമ്മൾ ഡോറ് തുറന്നകത്ത് വന്നു കഴിഞ്ഞാൽ ദേ മെയിൻ അട്രാക്ഷൻ തന്നെ ഇവരുടെ ഈ പ്രയർ ഏരിയ ആണ് കേട്ടോ. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനൊരു പ്രയർ ഏരിയ. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവർ സീലിങ്ങിൽ പ്ലെയിൻ ജിപ്സം വർക്ക് ചെയ്ത് പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവരുടെ എല്ലാ റൂമുകളിലും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിവിങ് ഏരിയയും ഫാമിലി ലിവിങ് ഏരിയയും തമ്മിൽ ഈ പ്ലൈവുഡ് വർക്കിൻ്റെ ഒരു സെപ്പറേഷനാണ് കേട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. ഈ പിങ്ക് സെറ്റ് ഇട്ടിരിക്കുന്നതാണ് ഇവരുടെ ഫാമിലി ലിവിങ് ഏരിയ. ഇതിനോട് ചേർന്നിട്ടൊരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദൂട്ടനും ഏച്ചുമണിയും കൂട്ടിയിട്ട് ഇവിടെയുള്ള ഈ ഊഞ്ഞാലിന് തല്ലോട്ടാണ്. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഇവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഇവർ ഒരു ഫുൾ ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കിച്ചണിൻ്റെ അപ്പുറത്ത് ഒരു വർക്ക് ഏരിയ പോലെ ഉണ്ട്. അവിടെയാണ് മെയിൻ ജോലികളൊക്കെ ചെയ്യുക. അവിടെ വൃത്തികേടാവെന്ന് വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ സ്ലാബിലൊക്കെ നാനോ വൈറ്റിൻ്റെ മാർബിളാണ് കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എൻ്റെ വീട്ടിൽ ബ്ലാക്കാണ്, നാനോ വൈറ്റ് അല്ല, സാധാരണ ഗ്രാനൈറ്റാണ്. പക്ഷേ ഇതിൻ്റെ സൈഡിലത്തെ വോളിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈൽ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അവർ വാങ്ങിയിരിക്കുന്നതാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ് അത് വാങ്ങിയിരിക്കുന്നത്. ദേ ഈ നിൽക്കുന്ന ആളാണ് എൻ്റെ അമ്മാമ്മേരെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടെന്ന് പറയാണ് വീഡിയോയിൽ. ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ വീടിൻ്റെ വീഡിയോ എടുക്കാൻ വന്ന കാരണം ഞങ്ങൾക്ക് ജ്യൂസ് കലക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഫെമിയും അമ്മയും കൂടിയിട്ട്. ഇതാണ് കേട്ടോ ഇവരുടെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലും ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ അല്ല. പക്ഷേ ഇവിടെ നിന്നിട്ടാണ് എല്ലാ ജോലികളും ചെയ്യുക കേട്ടോ. ഈ വർക്ക് ഏരിയ ചെറുതായതുകൊണ്ട് തന്നെ ഇവർ മൂന്നാമതൊരു ചെറിയൊരു വർക്ക് ഏരിയ പുറത്ത് ഇവർ പണിതിട്ടുണ്ട്. നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ട് പണിതിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് സാധാരണ ഒരു ബാത്റൂമിൽ ഒട്ടിക്കുന്ന ടൈലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടെ തന്നെ സ്ലിപ്പായിട്ട് വീഴാനായിട്ടുള്ള ചാൻസൊക്കെ കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു തിണ്ണ പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കണമെങ്കിലൊക്കെ ഇരിക്കാം. പിന്നെ ഇവരുടെ വേസ്റ്റ് ബാസ്ക്കറ്റുകളും അലക്കുകല്ലും ചൂല് വയ്ക്കാനായിട്ടുള്ള ഏരിയയും ഒക്കെ ഇവർ സെപ്പറേറ്റ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും കാണില്ല. ഒക്കെ നല്ല നീറ്റായിട്ട് എല്ലാം അതിവർ ഒരുക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ. ഫെമിയുടെ വീട്ടിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ ഈ പാറ്റിയോ ആണ് കേട്ടോ. ഈ ജാളി വർക്കൊക്കെ കൊടുത്തിട്ട് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഈ പാറ്റിയോയ്ക്ക് ഇവർ ടെഫ്ലോൺ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് കാരണം ഭയങ്കര വെളിച്ചമാണ്. ഈ വെളിച്ചം തന്നെ അവരുടെ ലിവിങ് ഏരിയയിലേക്കും ഫാമിലി ലിവിങ് ഏരിയയിലേക്കും ഒക്കെ ഇവർക്കത് കിട്ടും. പുതിയ വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വീട് വന്ന് കാണാറുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഈ പാറ്റിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. ആദോട്ടനും ആമയും ഏച്ചുമണിയും അന്നമ്മയും ആൻ്റപ്പനൊക്കെ അടിയാണ് ഈ ഊഞ്ഞാലിരുന്ന് ആടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 പേര് ഒരുമിച്ചിരുന്ന് ആടാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അതിൻ്റെ ഇത് വളയുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ സമ്മതിക്കാറില്ല. ഇവർ എഴുന്നേറ്റ് പോയ തക്കം നോക്കിയിട്ട് വേണം എനിക്കിപ്പോൾ ഒന്നിരുന്ന് ആടണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ വന്നിരുന്നപ്പോൾ 2 പേര് ഒരുമിച്ച് വന്നേക്കാണ് എൻ്റെ കൂടെ ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട്. 3000 സ്ക്വയർ ഫീറ്റ് ഇല്ല ഈ വീട് കേട്ടോ. 3000 സ്ക്വയർ ഫീറ്റിന് താഴെയായിട്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ബാക്ക് വശം നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മയിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഈ ആൺമയിലൊക്കെ വന്ന് മുറ്റത്തോടൊക്കെ നടക്കണം കാണാറുണ്ട്. ഇതാണ് എനിക്ക് ഇവളുടെ വീട്ടിൽ വന്ന ഈ ഒരു സ്പേസിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. ഒരു വൈകുന്നേരമൊക്കെ സമയത്തൊക്കെ ഇങ്ങനെ ബന്ധുക്കളൊക്കെ എല്ലാവരും കൂടി കൂടുമ്പോൾ വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ ഒരു പറ്റിയ സ്ഥലമാണ്. എൻ്റെ വീട്ടിലതില്ല. നല്ല വേണം സ്പേസ്. അതേമാതിരി നമ്മുടെ വർക്ക് ഏരിയ കഴിഞ്ഞിട്ടുള്ളൊരു ഏരിയ ഇല്ലേ, അതും എനിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ബാസ്ക്കറ്റുകൾ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വയ്ക്കുക. ഇതാണ് കേട്ടോ ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ വീട്ടിൽ 4 ബെഡ്റൂമാണ് മൊത്തം ഉള്ളത്. ഇത് മാസ്റ്റർ ബെഡ്റൂം. അതൊക്കെ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമിലും ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അതൊരു സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോട്ടോ അവള് നേരിട്ട് കാണിക്കാനായിട്ട് അവൾ സമ്മതിക്കണ്ടേ, അവൾ മേക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ കാണിക്കേണ്ടത് പറഞ്ഞു. അപ്പം നല്ലൊരു വീടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കതൊന്ന് കാട്ടി തരണമെന്ന്. എൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും സെറ്റപ്പ് വീടൊന്നുമല്ല, എന്നാലും വലിയ തിരക്കേടില്ലാത്തൊരു വീടാണ്. ഇത് നല്ല വീടാണ്. നല്ലൊരു ബജറ്റിൽ പണിത വീടാണ്. ഒരുപാട് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പണിതൊരു വീടാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ഐശ്വര്യ വീടിനുണ്ട്. ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ 2ാമത്തെ റൂമായി എവിടെയാണ് കേട്ടോ കിടക്കാറ്. ഈ റൂം നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റഡി ഏരിയ. ഇവിടെ ഇരുന്നിട്ടാണ് മക്കളെ പഠിപ്പിക്കുക. പിന്നെ ഇവിടെ നിന്ന് ഒതുക്കിയിട്ട് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് അമ്മ. അപ്പോൾ അതിനൊക്കെ മുന്നേ ഇവിടെയുള്ള തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ്. എൻ്റെ വീട്ടിൽ വന്നാലും ഫാമിലി വീട്ടിൽ വന്നാലും തുണി ഉണങ്ങിയത് മടക്കല്ല അമ്മേരെ പണിയാണ് കേട്ടോ. സ്റ്റെയർ കേസിൻ്റെ മുകൾ ഭാഗത്ത് ഈ രീതിയിലാണ് കേട്ടോ പർഗോള ഇവർ കൊടുത്തിരിക്കണേ. അതിന് താഴെ നല്ലൊരു ലൈറ്റും ഒരു ഷോ ലൈറ്റൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ റൂമിൽ 2 ബെഡ്റൂം തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ ഈ റൂം കിഡ്സ് ബെഡ്റൂം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ആരും കിടക്കലൊന്നുമില്ല, താഴെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഒരു വലുതാവുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ ഇവരിങ്ങനെ പണിതിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ താഴത്തെ റൂമിൻ്റെ പോലെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ 2 റൂമിലുള്ളത്. മുകളിലെ 2 റൂമിൻ്റെ ഇടയിൽ ചെറിയൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഇനിതേ നമ്മൾ പോകുന്നത് മുകളിലത്തെ 2ാമത്തെ റൂമിലേക്കാണ്. മുകളിലത്തെ 2 റൂമിലും ടെക്സ്ചർ വർക്കുകളൊന്നും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. സാധാരണ ഒരു ബെഡ്റൂമാണ് മുകളിൽ ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. പാറ്റിയോയും താഴത്തെ വർക്ക് ഏരിയയും കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഒരു പ്ലേസാണ് കേട്ടോ. കാരണം ഇത് തുണിയൊക്കെ തോരിടാനും പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് ഇവരൊരുക്കിയിരിക്കുന്നതാണ്. ഏച്ചുമണിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവിടെ വെച്ചിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വന്നിരുന്ന് കൂടാൻ പറ്റുന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് ആരും കാണാത്ത രീതിയിലാണ് കേട്ടോ ഇവർ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇവരുടെ വീട്ടിൽ ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും ഓരോരോ സ്ഥലം പ്രത്യേകമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശുപ്പന് വീണാൽ ഓരോ പ്രത്യേകമായിട്ടുള്ള ഓരോ സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ആയാലും അതിങ്ങനെ ആരും കാണാത്ത രീതിയിൽ വൃത്തികേടാവാത്ത രീതിയിൽ ഒക്കെ നല്ല ഭംഗിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് വീട് പണിതിരിക്കണം കേട്ടോ. അതേമാതിരി തന്നെ ഇപ്പോൾ ഈ ഒരു ഏരിയ കണ്ട, ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയ തുണി ഇടാനായിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വീടിൻ്റെ ഒറ്റ ഭാഗം ഒന്ന് വേസ്റ്റ് ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് പണിത വീടാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ്. അതവർ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ളൊരു അനുഗ്രഹം ദൈവം കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ എൻ്റെ അനിയത്തിക്ക് 2 പെൺമക്കളാണ്. അങ്ങനെ ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് പണിതതാണ്. ഇതിപ്പോൾ ഞാൻ എന്തേ കിടക്കുന്നത് കണ്ട, ഇതാണ് അവരുടെ ഒരു ബാൽക്കണിയാണ്. ഞാൻ കാട്ടിത്തരാം. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ഷെയറൊക്കെ ചെയ്യുക. ഞാൻ എന്തോരം പെർഫെക്ഷനിൽ എടുത്തേക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. ഇതെൻ്റെ ഓണക്കൊടിയാണ് കേട്ടോ. ഓണക്കോടി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറേ നാൾ മുന്നേ തയ്ക്കാൻ കൊടുത്തിട്ട് ഓണത്തിൻ്റെ ആ സമയത്തേക്ക് വന്നപ്പോഴാണ് വാങ്ങുന്നത്. എനിക്കും എൻ്റെ അനിയത്തിമാർക്കും അമ്മയ്ക്കൊക്കെ ഒരുമിച്ച് ഒരേ മെറ്റീരിയലിട്ട് തയ്പ്പിച്ചതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ ട്രിപ്പിന് പോയപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഒന്ന് സെയിം ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇന്ന് ഇഷ്ടമാണെന്ന് വിചാരിച്ചു. ഞങ്ങൾ ട്രിപ്പൊക്കെ നന്നായിരുന്നു കേട്ടോ, നല്ല ട്രിപ്പായിരുന്നു. പക്ഷെ വർക്കലയിൽ പോയപ്പോൾ ആകെ അടി കിട്ടിയോണായി. അത് മാത്രമാണ് ഒരു ഇതായത്. പക്ഷെ ഹാപ്പി ലാൻഡിലും അതിൻ്റെ വീഡിയോ ഞങ്ങൾ ക്യാമറ ഒക്കെ അങ്ങോട്ട് കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ മാത്രമായിട്ടുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ കുഞ്ഞൊരു ക്യാമറ കൊണ്ടുപോയിട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അത് ചേട്ടൻ്റെ നിന്ന് ഞാൻ ആക്കിയിട്ട് ഞാനത് നമ്മുടെ വ്ളോഗിലിടാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അമ്മയ്ക്കും ഫെമിക്കും കൂടി തൃശ്ശൂർക്ക് പോകണം. എനിക്ക് അവിടേക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാങ്ങണം. ചൂല് വാങ്ങണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാം.